ADGP M. Ajit Kumar RSS കൂടിക്കാഴ്ച വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുറം ലോകത്തേക്ക് ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. തലസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു അലംഭാവം, ഇത്ര ഒരു എഫിഷ്യൻസി ഇല്ലായ്മ, ഒരു കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള കുടിവെള്ളത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ റോഡുകളുടെ സ്ഥിതിയും മറ്റു കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. വാട്ടർ അതോറിറ്റിയും അതുപോലെ ഒരു PWD വർക്കും വന്നാൽ ബാക്കി കാര്യങ്ങൾ വന്നാൽ അതിനൊരു കോർഡിനേഷൻ ഇല്ല, ഒന്നിനും ഒരു നിശ്ചയവും ഇല്ല, ഒരു രൂപവും ഇല്ല. കേരളത്തിൽ വാസ്തവത്തിൽ വലിയ അനാസ്ഥയും വലിയ അലംഭാവവും അതുപോലെ കാര്യക്ഷമത ഇല്ലായ്മയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ദുരിതം. നമ്മുടെ ഒരു തൊടുകുറിയാണല്ലോ, തലസ്ഥാനത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മുമ്പ് എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന കേരളത്തിൽ ഇത്രയും വലിയ ഒരു പിടിപ്പുകേടും അതുപോലെ തന്നെ ഒരു തകർച്ചയും വികസന തകർച്ചയും ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF-ലെ അസംതൃപ്തരെ UDF-ലേക്ക് ക്ഷണിക്കുന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. VD സതീശൻ RSS നേതാക്കളെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെന്ന ആരോപണം, അതിനുശേഷം നദികളിലൂടെ എത്ര വെള്ളം ഒഴുകി, സതീശൻ എത്ര സ്ഥാനങ്ങളിൽ എത്തിയെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുചോദ്യം. മുകേഷ് MLA-യുടെ മുൻകൂർ ജാമ്യത്തിൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന നിലപാടിനോട് നീതി എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കേരളത്തിൽ വാസ്തവത്തിൽ ഇത്ര വലിയ അനാസ്ഥയും അലംഭാവവും കാര്യക്ഷമത ഇല്ലായ്മയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് ഇത് ദുരിതം അനുഭവിക്കുന്നത്. നിരവധി ഗവൺമെന്റുകൾ മാറി മാറി വന്ന കേരളത്തിൽ ഇത്തരത്തിൽ പിടിപ്പുകേടും വികസന തകർച്ചയും ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇത് അപമാനകരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.